മാസപ്പടി ഇടപാടിൽ CBI അന്വേഷണം ആവശ്യമെന്ന ഹൈക്കോടതിയിൽ ഹർജിക്കാരൻ. മുഖ്യമന്ത്രിയുടെ വാദങ്ങൾക്കെതിരെയാണ് ഹർജിക്കാരൻ ഹൈക്കോടതിയിൽ മറുപടി സത്യവാങ്മൂലം നൽകിയത്. അധികാര ദുർവിനിയോഗവും അഴിമതിയും മറയ്ക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ മറുപടിയെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, അനു, നേരത്തെ ഈ മാസപ്പടി ഇടപാടിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും എതിർ സത്യവാങ്മൂലം നൽകിയിരുന്നു. അതിലപ്പാട് ഈ CBI അന്വേഷണം വേണ്ട എന്നുള്ള നിലപാട് തന്നെയായിരുന്നു ഇരുവരും സ്വീകരിച്ചിരുന്നത്. ഇതിലാണിപ്പോൾ ഹർജിക്കാരനായിട്ടുള്ള മാധ്യമപ്രവർത്തകൻ MR അജയൻ മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത്. അധികാര ദുർവിനിയോഗവും അതോടൊപ്പം തന്നെ അഴിമതിയും മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അത്തരമുള്ള നടപടികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മറുപടിയാണ് നിലവിൽ മുഖ്യമന്ത്രിയും വീണ വിജയനും നൽകിയിട്ടുള്ളത്. മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ഒരു സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പോഴുള്ള ആക്ഷേപങ്ങളിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള വസ്തുതകൾ പുറത്തു വരണം. അതുമാത്രമല്ല, ഈ അഴിമതി വിരുദ്ധമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അഴിമതിക്കെതിരായിട്ടുള്ള പ്രവർത്തനം എന്നുള്ള രീതിയിൽ ഇക്കാര്യങ്ങളിൽ ഒരു സുതാര്യത ഉറപ്പുവരുത്തണമെന്ന് കൂടി ഹർജിക്കാരൻ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഒരു പൊതുതാൽപര്യ ഹർജി നിയമപരമായിട്ട് നിലനിൽക്കില്ല എന്നുള്ളത്. അധികാര ദുർവിനിയോഗം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഏതൊരു പൊതുതാൽപര്യ ഹർജിയും അത് നിലനിൽക്കുമെന്നുള്ളതാണ് നിലവിൽ ഹർജിക്കാരൻ ഹൈക്കോടതിയെ ബോധിപ്പിച്ചിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്, സേവനങ്ങൾ നൽകാതെയാണ് എക്സലോജിക്കിന് CMRL കരിമണൽ കമ്പനിയായിട്ടുള്ള CMRL 1.72 കോടി രൂപ നൽകിയത്. ഇത് സെറ്റിൽമെന്റ് ബോർഡിന്റെ രേഖകളിലടക്കം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ രേഖകളും വസ്തുതകളും എവിടെയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചോദ്യം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സ്വതന്ത്രമായിട്ടുള്ള ഒരു അന്വേഷണം അനിവാര്യമാണ്. CBIയുടെ തന്നെ അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്നുള്ളതാണ് ഹർജിക്കാരൻ ആവശ്യമായിട്ട് വീണ്ടും ഉന്നയിക്കുന്നത്. അതുകൂടാതെ തന്നെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപമാണ് മുഖ്യമന്ത്രിക്കെതിരെ നടന്നിട്ടുള്ളത്. മുഖ്യമന്ത്രി പറയുന്ന മറുവാദങ്ങളൊക്കെ തന്നെ വിശ്വാസ്യതയില്ലാത്തതാണ്, അടിസ്ഥാനരഹിതമാണെന്ന് കൂടി ഹർജിക്കാരൻ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി എന്നുള്ള സ്ഥാനത്തിരിക്കുമ്പോൾ ഈ ആക്ഷേപങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അഴിമതിയും അധികാര ദുർവിനിയോഗവുമാണ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അക്കാര്യത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ അന്വേഷണം ആവശ്യപ്പെടുന്നതെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഈ CBI അന്വേഷണം, മാസപ്പടി ഇടപാടിൽ CBIയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പൊതുതാൽപര്യ ഹർജി വരുന്നുണ്ട്. ഇനി വീണ വിജയന്റെ ഈ വാദഗതികൾക്ക് കൂടി ഹർജിക്കാരൻ മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്യും. എന്തായാലും സമാനമായിട്ടുള്ള വാദഗതികൾ തന്നെയാണ് ഇരുവരും നടത്തിയിട്ടുള്ളത്. എന്തായാലും മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഈ ആക്ഷേപങ്ങളിൽ ഒരു കൃത്യമായിട്ടുള്ള അന്വേഷണം വന്ന് അതിന്റെ വസ്തുതകൾ കൂടി പുറത്തു വരേണ്ടതുണ്ട് എന്നുള്ളതാണ് ഹർജിക്കാരന്റെ നിലപാട്. അനു.